ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് ശേഷം സംവിധായകൻ രഞ്ജിത്ത് ബംഗാളി നടി ശ്രീലേഖ മിത്ര പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉന്നയിച്ച ആരോപണത്തെ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരയായ ഒരാൾ അവർ ധൈര്യത്തോടെ സ്വന്തം മുഖവും പേരും ഒക്കെ പൊതുജനം അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു വിശദമായ അഭിമുഖമാണ് ഇന്നലെ ഞങ്ങൾക്ക് നൽകിയത്. അതിൽ ഞാൻ ആവർത്തിച്ച് താങ്കളോട് ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ അവരോടും സംസാരിച്ചതാണ്. അപ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട് അന്നുണ്ടായത് എന്താണ്, അവരെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതല്ല, അനുവാദമില്ലാതെ അവരുടെ കയ്യിലും കഴുത്തിലുമൊക്കെ സ്പർശിച്ചു. അത് എനിക്ക് ഒട്ടും അപ്രോപ്രിയേറ്റ് ആയ ഒരു ബിഹേവിയറായി തോന്നിയില്ല. ഓഡീഷന് വിളിച്ചു എന്നൊക്കെയാണ് രഞ്ജിത്ത് അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ല, ബംഗാളി സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു നടിയെ കാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. എന്നിട്ട് അവരോട് ഇങ്ങനെ കാണിച്ച ഒരു ചെയർമാൻ ആ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം വളരെ ഇൻസെൻസിറ്റീവായിട്ടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരോടൊക്കെയുള്ള നിങ്ങളുടെ സമീപനം എന്താണ് ശ്രീ ജയൻ ചേർത്തല? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അന്വേഷണം നടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിവില്ലാത്തൊരു മേഖലയാണ്. പക്ഷേ അങ്ങനെ ആ കുട്ടിയുടെ പരാതിയുള്ള സമയത്ത്, ആ ആക്ട്രസിൻ്റെ പരാതിയുള്ള സമയത്ത് അതിൽ വിശദമായി അന്വേഷണം നടക്കട്ടെ. ഏതായാലും രഞ്ജിത്ത് സാർ രാജിവെച്ചത് ധാർമ്മികമായും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കണക്കിലെടുത്തത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കെതിരെ ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം. നമ്മൾ രാജിവെച്ചിട്ട് നമ്മൾ അന്വേഷണം നേരിടട്ടെ. ആ അന്വേഷണത്തിൽ സത്യസന്ധമായ വാർത്ത പുറത്തു വരുമ്പോൾ അത് ജനങ്ങൾക്ക് അത് കൊടുക്കട്ടെ. കാരണം ഇനി എന്താണ് അവരെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് സാറ് സിഗരറ്റ് വലിക്കാൻ കൊടുത്തു, കയ്യിൽ വളയിൽ കയറി പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കതിൻ്റെ അവർക്ക് ആ തൊട്ടതിലോ പിടിച്ചതിലോ ഒക്കെ എന്തോ ഒരു മോശമായിട്ട് തോന്നിയെന്ന് അവർ അവകാശപ്പെടുന്നു. അത് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്നുള്ള ലെവലിൽ അവരൊക്കെ ആ തോന്നലുകളെ നമുക്കത് ഇല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഇനി സാറ് പറയുന്നത്, സാറ് കാസ്റ്റിംഗ് കോൾ മുഖേന ഒരു ഓഡിഷന് വേണ്ടി വിളിച്ചു, അതിൽ കൊള്ളാത്ത കൊണ്ട് വിട്ടു. ഇതിലൊരു അന്വേഷണം നടക്കട്ടെ. ഇതിലൊരു അന്വേഷണം നടന്നിട്ട് കൃത്യമായ തീരുമാനത്തിൽ ശ്രീ ജയൻ ചേർത്തല രഞ്ജിത്ത് നേരിട്ട് ആ നടിയെ വിളിക്കുകയല്ല. അതിനൊരു ആളെ, അതായത് കൊൽക്കത്തയിൽ സജീവമായ മലയാളി കൂടിയായ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് വഴിയാണ് ഈ നടിയെ ബന്ധപ്പെടുന്നത്. അത് ശങ്കർ രാമകൃഷ്ണൻ ബന്ധപ്പെടുന്നു. അതിനുശേഷം രഞ്ജിത്ത് ജോഷി ജോസഫുമായി സംസാരിക്കുന്നു. മാത്രമല്ല, ഈ അനുഭവം ഉണ്ടായതിന്റെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇക്കാര്യങ്ങൾ ഈ നടി തന്നെ വന്ന് ജോഷി ജോസഫിനോട് പറയുന്നുണ്ട്. 2009 തന്നെ പറയുന്നുണ്ട്. അതായത് അവിടെ ഒരു സാക്ഷിയുണ്ട്. ഈ സംഭവങ്ങൾ അന്ന് കേട്ട ഒരു ആളുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം പേരുണ്ട്. KR മീര, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഒപ്പം ജോഷി ജോസഫ്. ഈ 3 പേർക്കും 2009 ഈ സംഭവത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ രഞ്ജിത്ത് സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു, ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ ആരോപിക്കുമ്പോൾ മലയാള സിനിമാ ലോകം ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്? ഇര ബംഗാളിലാണ്, വേട്ടക്കാരൻ കേരളത്തിലാണ്. മലയാള സിനിമാ ലോകം എന്തായാലും അല്ല, അതിനകത്ത് ഭാഷയും ഒന്നുമില്ലല്ലോ. നമ്മളെല്ലാവരും ഒരു ഇന്ത്യക്കാരായിട്ട് ജീവിക്കുന്നതല്ലേ. ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പരാതി വന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അതിൽ രഞ്ജിത്ത് സാറ്, ഞാൻ പറഞ്ഞ രാജി ഇത്രയും വൈകേണ്ട പോലും കാര്യമില്ലായിരുന്നു, കുറച്ചുകൂടെ നേരത്തെ രാജിവെക്കായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്, പൊതുജന മധ്യത്തിൽ നല്ലതായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഗവൺമെൻറ് ഒരു ഔദ്യോഗിക സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം, ഒരു പരാതി ഒരു പരാതി വരികയാണെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അന്നേരം തന്നെ അവിടുന്ന് മാറിയിട്ട് എനിക്കെതിരെ അന്വേഷണം വരട്ടെ, ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുകയാണെന്ന് പറയുന്നത് ആയിരുന്നു ഉചിതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി അങ്ങയോട് ചോദിക്കുകയാണ്. ഇപ്പോൾ താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ഈ ഹേമ കമ്മിറ്റിയിന്മേൽ ആ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാൻ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അതായത് 295 പേജിൽ മാറ്റിവെച്ച 62 പേജുകൾ ഒഴികെ ബാക്കി 233 പേജുകളുണ്ട്. അത് പൂർണ്ണമായി വായിച്ച് പഠിച്ച് അതിൽ താരസംഘടനയിലെ ഉൾപ്പെട്ട അംഗങ്ങളടക്കം, അതായത് താരങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ചൂഷണത്തെപ്പറ്റി പറയുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആരെങ്കിലും നിയോഗിച്ചിരുന്നോ? ഈ റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കാനൊക്കെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയോ? ഇപ്പോൾ ഫെഫ്കയൊക്കെ എല്ലാ ജനറൽ സെക്രട്ടറിമാർക്കും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ല, അതിലോട്ട് വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടുന്ന് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് പിരിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ വാട്സാപ്പിൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കോപ്പി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് എല്ലാവർക്കും മൊബൈലിൽ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കും വന്നിട്ടുണ്ട്, മറ്റുള്ളവർക്കും വന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് വായിച്ച് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് പ്രതികരിക്കുന്നത്. ഒരു പക്ഷേ അതിനെ ഒരു ലീഗൽ പ്രൊസീജിയർ എന്നവണ്ണം പഠിക്കാനായിട്ട് നമ്മൾ ആ എക്സിക്യൂട്ടീവിലെ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പം നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് വായിച്ചറിഞ്ഞതിൻ്റെ ഒരു റെസ്പോൺസാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ശ്രീ ജയൻ ചേർത്തല, പൊതുസമൂഹത്തിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരു ജനറൽ ബോഡി വിളിക്കേണ്ടതുണ്ടോ, അതോ എക്സിക്യൂട്ടീവ് മാത്രം ചേർന്നാൽ മതിയോ? അതിനെക്കുറിച്ചിട്ട് ഒരു ജനറൽ ബോഡി കൂടുന്നതിനെക്കുറിച്ചിട്ടും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ തന്നെ ഞാനും
ജഗദീഷ് ഏട്ടനുമൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതിലോട്ട് നമ്മൾ ഈ എക്സിക്യൂട്ടീവിൽ ഒരു തീരുമാനം, കാരണം എക്സിക്യൂട്ടീവിൽ വേണമല്ലോ തീരുമാനം എടുക്കാനായിട്ട്, ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അധികം വൈകാതെ ഒരു ജനറൽ ബോഡി വിളിച്ച് ചേർക്കേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ജനറൽ ബോഡി വിളിക്കുമ്പോഴേക്കും ഈ താരസംഘടനയിൽ അംഗങ്ങളായ ആളുകൾക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് അതിൽ പല കാര്യങ്ങളെക്കുറിച്ചും ബോധ്യമുള്ളവരുണ്ടാകും. 500-ലധികം പേർ അംഗങ്ങളായ ഒരു സംഘടനയാകുമ്പോൾ ഈ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതിലുള്ളത് കൊണ്ട് അവരിൽ പലർക്കും പലതേക്കുറിച്ചും അറിയാമായിരിക്കും. അവരിൽ പലരും ഇതിൽ ആരോപിതരും ആകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ, കാരണം പുറത്തുനിന്ന് മറ്റാരും വന്ന് ഈ സിനിമയിലൊന്നും ഈ അതിക്രമം കാണിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതാരായാലും സംരക്ഷിക്കില്ല എന്നൊരു സന്ദേശം താങ്കൾക്ക് ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കൊടുത്തുകൂടെ ഒരു ജനറൽ ബോഡി വിളിച്ച്? ഉറപ്പായിട്ടും പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്ന നമ്മുടെ സഹപ്രവർത്തകരെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നിരാശപ്പെടുത്തില്ല. പരാതിയുമായിട്ട് വരുന്നവരുടെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് അതിന് വേണ്ട എന്ത് നടപടിയാണോ സ്വീകരിക്കേണ്ടത് അതിലോട്ട് പോകും. പിന്നെ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മാഡം, ഈ കുറ്റാരോപിതർ നടന്മാർ മാത്രമല്ല, ഈ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് അപ്പോൾ അതിൽ ഏതാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു നമുക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ട എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതിന് യാതൊരു സംശയവും വേണ്ടാന്ന്.